നമസ്കാരം. എന്താ അല്ല, ഈ ഭരണഭാഷ മലയാളമായതുകൊണ്ട് അപേക്ഷ പൂർണ്ണമായും മലയാളത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊണ്ടുവന്നതാ. അയ്യോ, അപേക്ഷ പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെ വേണം. ബഹുമാനപ്പെട്ട മേലധികാരിക്ക് കരുനാഗപ്പള്ളി നിയമപാലക കാര്യാലയത്തിന്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മന്മഥാലയത്തിന്റെ ചത്തുരത്തിൽ ആകാശചുംബിതമായി നിൽക്കുന്ന ചൂതപിടപം അത് ഈ മാവിന്റെ മലയാളമാണ്. വേരറ്റ് നിപതിക്കുമെന്ന് എന്റെ കളത്രം. ഇതെവിടെ ഈ കളത്രം എന്ന് പറഞ്ഞ സ്ഥലം? കളത്രം ഇപ്പൊ എന്റെ വീട്ടിലാ സാറേ. കളത്രം എന്ന് പറഞ്ഞ ഭാര്യ. എന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു. ഓ, ഈ കാര്യാലയത്തിൽ രേഖാമൂലം പരാതി തന്നത് അരുണ നിറ തൂലികയാൽ ഖണ്ഡിച്ചു കളഞ്ഞു. മേലധികാരിയോട് ക്ഷീണിത സ്വരത്തിൽ എന്റെ കളത്രം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മധുരമൂറുന്ന മലയാള ഭാഷയിൽ മാത്രമേ പരാതി സമർപ്പിക്കാവൂ എന്ന് രക്ഷാധികാരി പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് അർഭകൾ കളിക്കുന്ന അങ്കണത്തിൽ. ഇത് എവിടെ അർഭകൾ കളിക്കുന്ന സ്ഥലം? സാറേ, അർഭകൾ എന്റെ കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത്. പാദപം വേരറ്റ് വീണാൽ അപകടമാണെന്നതിനാൽ തരുച്ഛേദനം മരം ഒന്ന് മുറിച്ചു മാറ്റുന്ന കാര്യം. 2 നാഴിക നേരത്തേക്ക് സ്വയം ഉരുകി വൈദ്യുതി വിരാമ സൂത്രം ഉരുകി തൂരി തരണം. സാറേ, ഇത് എന്ത് മലയാളമാണ് സാറേ ഇത്? സാറേ, ഈ അവസാനം എഴുതിയ ശ്ലോകം എന്തിനെ കുറിച്ചാണ്? എല്ലാ കുടുംബശ്രീ സെക്രട്ടറി പ്രസിഡന്റുമാരെ ശ്രദ്ധക്ക്, നാളെ ലോക മുട്ട ദിനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മുട്ടേനെ കൊണ്ടുള്ള മുട്ടക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മത്സരം നാളെ 2 മണിക്ക് പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ആക്കണ്ട, നമ്മളെ വീട്ടിൽ നിന്ന് ആക്കിയിട്ട് 2 മണിയാകുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ എത്തിക്കാൻ. സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെ, ലോക മുട്ട ദിനം തന്നെയാണ് അത്. ഓക്കെ, ഇത് അതാണ് മുട്ട തന്നെ കൊണ്ടുവരണോ അല്ല വേറെ പുറത്തൊന്നും ഇല്ല ആരെങ്കിലും മുട്ട കൊണ്ടുവന്നാൽ മതി? അത് എങ്ങനെയാണ് ഇതിന്റെ ഇത്? അത് നമുക്കൊന്ന് വ്യക്തമാക്കി തരണം. ഈ മുട്ട പ്രദർശനം ഉണ്ടാവുമോ? ഈ മുട്ട പ്രദർശനം ഉണ്ടെങ്കിൽ പറയണം. കാരണം അത് 2 കൊണ്ടുവരണോ അല്ല ഒറ്റ മുട്ടയായിട്ട് വന്നാൽ മതിയോ? 2 മുട്ട എടുത്തിട്ട് വരണോ? ഈ മറ്റുള്ളവരെ മുട്ട കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മളെ അതാണ് മുട്ട തന്നെ കൊണ്ടുവരണ്ടേ അല്ലേ? എങ്ങനെയാ? ഇല്ല, എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുവാണെങ്കിൽ അതിൽ മാത്രമായിരിക്കും എന്റെ കോൺസെൻട്രേഷൻ. ഇപ്പൊ ഞാൻ തുണി കഴുകല്ലേ, തുണി മാത്രം കഴുകിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പാത്രം കഴുകുവാണെങ്കിൽ അതിൽ മാത്രമായിരിക്കും എന്റെ ശ്രദ്ധ, പാത്രം കഴുകലിൽ മാത്രം. ഞാനിപ്പോ ചോറുണ്ടോണ്ടിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ ചോറ് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ചുറ്റും ഇരിക്കുന്ന കൂട്ടാൻ പോലും ഞാൻ എടുക്കത്തില്ല. തെറി പറയുവാണെങ്കിലോ 2 ദിവസം നിർത്താതെ തെറി പറയും. എന്റെ ഒരു സ്വഭാവം. വല്യമ്മ, നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? എനിക്ക് 10 കുട്ടികളായിരുന്നു. 8 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഔ, എന്താ വല്യമ്മ നിങ്ങളെ തലമുറയിൽ ഇങ്ങനെ 8ഉം 10ഉം കുട്ടികളൊക്കെ? അതിനെ അന്ന് രാത്രി ഇങ്ങളെ പോലെ കുത്തിക്കളിച്ചാന് ഫേസ്ബുക്കോ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അതൊന്നും ഉണ്ടായിരുന്നില്ല. മോളോട് പോയിന്നെ ഗീനയുടെ കൂടെ മോളോട് പോയിന്നെ ആരോട് ചോദിച്ചിട്ട് എഡിറ്റിനുമ്പോ പോയിന്നെ ആരോട് പോയില്ലേ പാടാത്താട്ടുവാ നീയാണിവിടെ ചെന്നുക്കുത അമ്പരി പേര് ബിന്ദു. ബിന്ദു. ഭർത്താവ്? ഭർത്താവ് ഉണ്ട്, പക്ഷേ വലിയ ഗുണമൊന്നും ഇല്ല. അപ്പൊ പുറത്തുനിന്ന് സ്വീകരിക്കുന്നതായിരിക്കും അല്ലേ? ഇല്ലെന്ന് പറഞ്ഞാല് നിങ്ങള് ദാമ്പത്യപരമായിട്ട് ഭയങ്കര അല്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഒരു തണല് കിട്ടിയ ആരാ മാഷെ ആഗ്രഹിക്കാത്തത്? അപ്പൊ പുറത്തുനിന്ന് എപ്പോഴും ഒരു തണൽ ആഗ്രഹിക്കുന്നുണ്ടോ? സത്യമാണ്. എന്തിനാ മനുഷ്യങ്ങൾ ഇങ്ങനെ കരയണ്? ഞാൻ പ്രഗ്നന്റ് ആയിന്റെ സന്തോഷത്തിലാ. അതുകൊണ്ട് മാത്രല്ല, ഞാനത് ഫോണിൽ സ്റ്റാറ്റസ് വെച്ചിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കൺഗ്രാജുലേഷൻ കിട്ടുന്നത്. എനിക്ക് എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും കൂടി കൺഗ്രാജുലേഷൻ കിട്ടിയിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്നാലേ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഈ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലേ തുരുതുരാന്ന് കൺഗ്രാജുലേഷൻ ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടല്ലേ ഉള്ളൂ.